ഫ്രണ്ട്സ് അടുത്തത് നല്ല എൻക്വയറി ഉള്ള ടൊയോട്ടയുടെ ഒരു ക്ലിക്കുഞ്ഞു വണ്ടിയാണ് കേട്ടോ. ടൊയോട്ടയുടെ ഇന്നോവ 7 സീറ്റർ വണ്ടിയാണ്. ചേട്ടാ എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? 2012 മോഡല് 11ാം മാസം വണ്ടിയാണ്. 2012 11ാം മാസം 2013 തന്നെ പറയാം നമുക്ക്. അതർ സ്റ്റേറ്റ് വണ്ടിയാണ്. നമ്പറായ വണ്ടിയാണ്. ഓക്കെ, റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. മലപ്പുറത്താണ് കറന്റ് പേപ്പർ എടുക്കുന്നത്. എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട്. തേർഡ് ഓണർഷിപ്പ് ആണല്ലേ. കിലോമീറ്റർ ഏകദേശം 180 റേഞ്ച് ആയിട്ട്. 180 ജെന്യൂൻ കിലോമീറ്റർ ആണോ? ആയിരിക്കും, അത്രേ ഉള്ളൂ. റീ വണ്ടിയാണ്. 180 വണ്ടി ഓട്ടോ ഓടിയിട്ടുണ്ട്. നമുക്ക് ജെന്യൂൻ കിലോമീറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിക്കൊണ്ട് കേട്ടോ. പിന്നെ മേജറായിട്ട് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും തന്നെ വന്നിട്ടില്ല അല്ലേ. നമ്മൾ ഒരു 7 സീറ്റർ വണ്ടി നോക്കുന്ന ആൾക്കാർക്കൊക്കെ എടുക്കാൻ പറ്റിയ ലോ ബഡ്ജറ്റിൽ നമുക്ക് എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ് കേട്ടോ ഇവിടെ കിടക്കുന്നത്. ഒരു ഇന്നോവ 7 സീറ്റർ. ഇത് ഏതാ വേരിയന്റ് വരുന്നത്? G4 വേരിയന്റ് ആണ് അല്ലേ. ഇതിൽ അലോയ് വീൽസ് നമുക്ക് വരുന്നില്ല. ടയറും കാര്യങ്ങളൊക്കെ പുതിയ ടയറാണ്. ഓക്കെ, അലോയ് വീൽസ് നമുക്ക് വരുന്നില്ല. ടയേഴ്സ് ആണെങ്കിൽ ഏകദേശം ഒരു 85% ടയേഴ്സ് ഉണ്ട് കേട്ടോ. 85-90% ടയേഴ്സ് 4 സൈഡിലും അവൈലബിൾ ആണ്. ഫ്രണ്ട്സ്, അപ്പോൾ വണ്ടിയുടെ ഇന്റീരിയർ സൈഡിലേക്ക് നോക്കാം. നമുക്ക് എക്സ്റ്റീരിയർ പോലെ തന്നെ നല്ല നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഒരു ലെതർ ഫിനിഷിലുള്ള സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 13 ഇഞ്ചിൻ്റെ സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം പരിക്കോ കാര്യങ്ങളോ വലിയ പഴകിയിട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ വണ്ടി. സോ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ. ലിജു ചേട്ടത് എങ്ങനെയാണ് റേറ്റ് വരുന്നത്? ഇത് നമുക്കൊരു 630 ആസ്കിംഗ് പ്രൈസ്. 630 ആസ്കിംഗ് അല്ലേ. അത് ഫൈനൽ പ്രൈസ് അല്ല. നമുക്ക് എത്ര അത് വണ്ടിയൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചൊക്കെ ആയിക്കോട്ടെ. കസ്റ്റമർ വന്നിട്ട് നിങ്ങൾ വണ്ടിയൊക്കെ നേരെ ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് എന്തായാലും ഒന്ന് ചോദിച്ചോളൂ. 630 നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ്. അത് വന്ന് നെഗോഷ്യബിൾ ആണ് കേട്ടോ. ഇതിൽ ഫിനാൻസ് എത്ര കയറും? ഫിനാൻസ് ഏകദേശം 5-5.5 ലക്ഷം വരെ കയറും. 5-5 വരെ ഫിനാൻസും അവൈലബിൾ ആണ് കേട്ടോ. എല്ലാ ബാങ്കിങ്ങും അതുപോലെ തന്നെ പ്രൈവറ്റ് ഫിനാൻസും വണ്ടി അവൈലബിൾ ആണ് കേട്ടോ. സോ ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾ വന്നോളൂ, വണ്ടി ചെക്ക് ചെയ്തോളൂ, എന്നിട്ട് എന്തായാലും ഡിസ്കസ് ചെയ്തോളൂ. നെഗോഷിയേറ്റ് ചെയ്തിട്ട് നല്ല ഓഫറിൽ വണ്ടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തത് ടൊയോട്ടയുടെ ഒരു 7 സീറ്റർ കൊമ്പനാട്ടോ, ഇന്നോവ ക്രിസ്റ്റ. ലിഷയുടെ എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? 2018 ഡൽഹി രജിസ്ട്രേഷൻ വണ്ടി. 2018 ആണ്. കറന്റ് ഡൽഹി രജിസ്ട്രേഷൻ ആണല്ലേ. കേരളത്തിൽ ഏത് ആർടിഒ ആണെങ്കിലും നമ്മൾ പേപ്പർ ആക്കി കൊടുക്കും. എൻഒസി എടുത്ത് അവരുടെ പേരിൽ നമ്പർ ആക്കി കൊടുക്കുന്ന വണ്ടിയാണ്. ഓക്കെ, എങ്ങനെ മോഡൽ വരും? 2000 എത്ര മോഡൽ? 2018 G4 ആണ് വേരിയന്റ്. ഓക്കെ, 2018 മാനുവൽ G4 ആണ് വണ്ടി. എത്ര ഓണർഷിപ്പ് വരുന്നത്? സിംഗിൾ ഓണർഷിപ്പിൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇവിടെ ആരുടെ പേരിലും സെക്കൻഡ് ഓണർഷിപ്പിക്ക് ആവും. ഓക്കെ, കുഴപ്പമില്ല. വണ്ടി എന്തായാലും എക്സ്റ്റീരിയർ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. കാണാൻ ബ്ലാക്ക് കളറിലുള്ള നല്ലൊരു അടിപൊളി ഇന്നോവ ക്രിസ്റ്റ ആണ് കേട്ടോ വണ്ടി കിടക്കുന്നത്. 2018 മോഡൽ കേട്ടോ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി? ഏകദേശം ഒരു 170-80 റേഞ്ച് ഓടിയിട്ടുണ്ട്. 170 കിലോമീറ്റർ എന്തായാലും ഓടിയിട്ടുണ്ട്. ജെന്യൂൻ കിലോമീറ്റേഴ്സ് ആണോ? അത് ജെന്യൂൻ കിലോമീറ്റർ ആണ്. ഹിസ്റ്ററി അവൈലബിൾ. അതെ, ജെന്യൂൻ കിലോമീറ്റേഴ്സ് ആണ്. അതുപോലെ തന്നെ ഹിസ്റ്ററി അവൈലബിൾ ഉള്ള വണ്ടിയാണ് കേട്ടോ. ഇന്ത്യയുടെ സൈഡിലോട്ട് വരികയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇന്ത്യയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല ലെതർ ഫിനിഷിനുള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ 13 ഇഞ്ചിൻ്റെ ഒരു മ്യൂസിക് സിസ്റ്റം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിലാണെങ്കിൽ AC ഫുൾ ഡോർ, പവർ വിൻഡോ കാര്യങ്ങൾ, പിന്നെ ഓട്ടോ ക്ലൈമറ്റ് AC കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് ഇന്നോവ 2018 G4. സോ നിങ്ങൾ നല്ലൊരു ഇന്നോവ G4 നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് കേട്ടോ. ബാക്ക് സൈഡിലോട്ട് വരികയാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. സീറ്റ് കവേഴ്സൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വേണം നമുക്ക് പറയാൻ. ഇതെങ്ങനെ നമുക്ക് റേറ്റ് വരുന്നത്? ഇത് നമ്മൾ നമ്പറാക്കി കൊടുക്കുകയാണെങ്കിൽ 14 ലക്ഷം റുപ്യക്ക് നമ്പറാക്കി കൊടുക്കാം. അതായത് 14 ലക്ഷം റുപ്യക്ക് നമ്പർ ആക്കിയിട്ട് കൊടുക്കും. കേരളത്തിലെ ഏത് RTO ഓഫീസ് ആണെങ്കിലും നമ്പർ ആക്കി കൊടുക്കും കേട്ടോ 14 ലക്ഷത്തിന്. ഇത് എത്ര നമുക്ക് ലോണ് കയറും? ഏകദേശം ഒരു 10 ലക്ഷം എന്തായാലും കയറും. 10 ലക്ഷം എന്തായാലും കയറില്ലേ. നല്ലൊരു ട്രാക്ടർ ആണെങ്കിൽ 10 ലക്ഷം വരെ ഫിനാൻസും കാര്യങ്ങളും അവൈലബിൾ ആണ് കേട്ടോ. എല്ലാ ബാങ്ക് ഫിനാൻസും അവൈലബിൾ അല്ലേ? എല്ലാ ബാങ്ക് ഫിനാൻസും കാര്യങ്ങളും അവൈലബിൾ ആണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാൻ പറ്റിയ നല്ല വണ്ടികൾ ഇവിടെ അവൈലബിൾ ആട്ടോ ആണ് കേട്ടോ. ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ. പിന്നെ ആവശ്യക്കാർക്ക് ഈ വീഡിയോ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ.